ഹലോ മക്കളെ, അപ്പോൾ ചരിത്രപര ടിപ്പണി ക്യാരക്ടർ സ്കെച്ച് നമുക്ക് 4 മാർക്ക് തരുന്ന ഒരു ചോദ്യമാണല്ലേ. ഈ ഒരു ചോദ്യം ഇപ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് ഏത് ക്യാരക്ടറിനെ കുറിച്ചായിരിക്കും ചോദിക്കുക എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും വന്നുള്ളത്. അപ്പോൾ മക്കളെ മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 2021 മുതൽ 2025 വരെയുള്ള ചോദ്യ പേപ്പറുകളിൽ ആരെക്കുറിച്ചാണ് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലേ. ഇബ്രാഹിം അലിയുടേത് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ബീർബൽ സിംഗിൻ്റെതുണ്ട്. ആ ചാപ്റ്ററിൽ തന്നെയാണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ദീൻ ദയാൽ, മൈക്കു പോലെയുള്ള കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഒരുപാട് മുൻപ് ചോദിച്ചിട്ടുണ്ട്. 2021 മുൻപൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഇബ്രാഹിം അലി അതുപോലെ തന്നെ ബീർബൽ സിംഗ്. ഈ 2 ക്യാരക്ടറിനെ കുറിച്ച് ചരിത്ര ടിപ്പണി എഴുതാനാണ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ചോട്ടെ ബായിയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് ആ പാറ്റേൺ ഒന്ന് നോക്കാം, എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, ഇത് വെറും ചുമ്മാ പ്രഡിക്ഷൻ അല്ല, കാൽക്കുലേറ്റഡ് പ്രഡിക്ഷനാണ്. നമുക്ക് കൃത്യമായിട്ട് കഴിഞ്ഞ 5 വർഷത്തെ മോഡൽ എക്സാമിനും ആനുവൽ എക്സാമിനും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഏതാണ് വരാൻ സാധ്യത കൂടുതൽ, അതാണ് കേട്ടോ, സാധ്യതയാണ് വരാതിരിക്കാം. ഒരു 99% ഇത് തന്നെ ആയിരിക്കാം വരാം. ഒരു ശതമാനം ഉണ്ടല്ലോ, അത് കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്ന കാര്യം ക്യാരക്ടർ സ്കെച്ച് നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും വായിക്കണം. ഇത് പഠിക്കാതെ പോകരുത്, ഞാൻ ഈ പറയാൻ പോകുന്നത് പഠിക്കാതെ പോകരുത്. ഓക്കെ അല്ലേ. യെസ്, നമുക്ക് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കൂ. ഫെബ്രുവരി 2025 നമുക്ക് ചോട്ടെ ബായിയുടെ ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചത്. അതിനപ്പുറം 2024 മാർച്ച് കൊല്ല പരീക്ഷയ്ക്ക് ബീർബൽ സിംഗിൻ്റെതാണ് ചോദിച്ചത്. എഗൈൻ ബീർബൽ സിംഗ്, പിന്നെ ഇബ്രാഹിം അലി. കണ്ടില്ലേ നിങ്ങൾ, 1 2 3 4 5 തവണയാണ് ഇബ്രാഹിം അലിയുടെ കൺസിക്യൂട്ടീവ് ആയിട്ട്, അതായത് അടുപ്പിച്ച് ചോദിച്ചില്ലേ. ബീർബൽ സിംഗിൻ്റെ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 തവണ വന്നിട്ടുണ്ട്. ഇങ്ങനെ ടേബിൾ ചെയ്യുകയാണെങ്കിൽ അല്ലേ, 2021 മുതൽ തുടങ്ങിയതാണ് ഇബ്രാഹിം അലി അല്ലേ. 6 തവണയാണ് മോഡൽ എക്സാമിനും ആനുവൽ എക്സാമിനായിട്ട് ഇബ്രാഹിം അലി ചോദിച്ചത്. പിന്നെ 2024 മോഡൽ എക്സാമിന് ബീർബൽ സിംഗ് ചോദിച്ചു, അതുപോലെ തന്നെ ഫൈനൽ എക്സാമിനും ബീർബൽ സിംഗ് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഒരു കൃത്യമായൊരു പാറ്റേൺ ഉണ്ട്. മോഡൽ എക്സാമിന് ചോദിച്ചത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആനുവൽ എക്സാമിനും ചോദിക്കുന്നത് അല്ലേ. യെസ്, ഇവിടെ ബീർബൽ സിംഗ് ചോദിച്ചു, ഇവിടെ ബീർബൽ സിംഗ് ചോദിച്ചു, ഇവിടെ ഇബ്രാഹിം അലി ചോദിച്ചു, ഇവിടെ ഇബ്രാഹിം അലി ചോദിച്ചു. മാറ്റം വരുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചോട്ടാ ബായി ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആനുവൽ എക്സാമിനും ചോട്ടാ ബായി തന്നെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ചോട്ടാ ബായിയുടെ ക്യാരക്ടർ സ്കെച്ച് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ബീർബൽ സിംഗിൻ്റെയും ഇബ്രാഹിം അലിയുടെയും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാകും അല്ലേ. കാരണം നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് മോഡൽ എക്സാമിന് പോയത്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിനോടൊപ്പം ചോട്ടാ ബായിയുടേത് കൂടി പഠിക്കുക. കാരണം ഇതാണ്, മോഡൽ എക്സാമിന് ചോദിച്ചത് തന്നെയാണ് ഫൈനൽ എക്സാമിനും കഴിഞ്ഞ 4 വർഷമായിട്ട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇബ്രാഹിം അലി കണ്ടില്ലേ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചോട്ടാ ബായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ചോട്ടാ ബായി പഠിക്കുക. ഇബ്രാഹിം അലിയും അതുപോലെ തന്നെ നമ്മുടെ ബീർബൽ സിംഗിൻ്റെതും നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിലൂടെ ഒരു 4 മാർക്ക് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.